ഞാൻ ഫാരി റാഫി. ബിരിയാണി ക്യൂൻ മത്സരത്തിൽ ഇപ്പോൾ 2ാം റൗണ്ടിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ്. അതിനുവേണ്ടി നമുക്കാദ്യം സവാള പൊരിച്ചെടുക്കണം. നമുക്കാദ്യം സവാള ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചെയ്യാം. അതിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ടിട്ടുള്ളത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഹൈദരാബാദി ബിരിയാണിയുടെ സ്പെഷ്യൽ മസാലയാണ്. ഇത് നമ്മൾ സ്വന്തമായി പൊടിച്ചത് തന്നെയാണ് കേട്ടോ. അതിൽ നിന്ന് നമുക്കൊരു 2 ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. തൈര് 2 ടീസ്പൂൺ ചേർത്തിടുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഒരു അരമണിക്കൂറെങ്കിലും. ഇത് 2 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മാരിനേറ്റ് ചെയ്യുന്ന ചിക്കനിൽ നമ്മൾ മല്ലിയിലയും പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ചിക്കനിൽ നമ്മൾ മല്ലിയിലയും പുതിനയിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല പോലെ തിരുമ്മി വയ്ക്കാം. ഈ ഹൈദരാബാദി ബിരിയാണി നമ്മളെപ്പോഴും എത്രയോ നേരത്തെ ഈ മസാല ആക്കി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് തലേ ദിവസമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരി തയ്യാറാക്കാം. ഇത് ഫിറ റൈസ് വെച്ചിട്ട് അതിനായിട്ട് ഇത് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഒരു ചെറുനാരങ്ങ യൂസ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ തീരെ ഫ്രൈ ചെയ്ത സവാളയാണ് നമ്മളിതിന് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ ചിക്കനിലോട്ട് അത് ചേർക്കാം നല്ല പോലെ. ഇനി നമുക്കിതിലേക്ക് ഫിറ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇത് കോരിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരാം. ഹൈദരാബാദി ബിരിയാണി നമ്മൾ ദമ്മ് ചെയ്ത് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് നമ്മളത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ അരി നമ്മൾ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പം നമ്മളിതിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് ചിക്കൻ ഒന്ന് വെന്താൽ അതിന് മുകളിലിട്ട് ദമ്മിടാം. ഇതിപ്പോൾ ശരിക്കും ഹൈദരാബാദി ബിരിയാണി നമുക്കെല്ലാം കൂടി കുഴച്ച് വെച്ച് വേവിക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇതൊരു കോമ്പറ്റീഷനായ കാരണം നമുക്കത് പറ്റാത്ത കാരണമാണ് കേട്ടോ. ഈ ചിക്കന് ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മളുടെ റൈസും റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി ദമ്മിടാവുന്നതാണ്. നല്ല മണമുണ്ടല്ലോ. ഇവിടുന്നാണോ അവിടുന്നാണോ? ഇവിടുന്നാവും. ഇവിടെ തന്നെയാവും. നല്ല റൈസ് അല്ലേ? നല്ല റൈസ്. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി. അല്ല, പക്ഷെ പെട്ടെന്ന് വേവും ചെയ്തു. നല്ല റൈസ്, നല്ല ലോങ് റൈസ്. അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു. നല്ല റൈസ്, അടിപൊളി. നല്ല മണമുണ്ട് അല്ലേ? റൈസിന്റെ മണമാണ്. അതാണ് ഇവിടെ എല്ലാവരും മണം. ആകെ മൊത്തൊരു മണം അല്ലേ? നൈസ് 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 ഫ്ലേവർ. അപ്പൊ എന്ത് ബിരിയാണിയാണ് ചെയ്യുന്നത്? ഞാൻ ഇന്ന് ഹൈദരാബാദി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ പിന്നെ സ്പെഷ്യൽ മസാലയാണ്. നമ്മുടെ സാധാ കേരള സ്റ്റൈലല്ല, നമുക്ക് ഹൈദരാബാദിയുടെ വേറൊരു സ്മെല്ല്. അതങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. കേരള സ്റ്റൈൽ അല്ല, ഹൈദരാബാദിയുടെ അതിന്റെ മസാലയാണ് അതിന്റെ പ്രത്യേകത. ദമ്മിട്ടിട്ടാണ് ശരിക്കും നമ്മളത് വെക്കുക. പക്ഷെ നമ്മളൊരു കോമ്പറ്റീഷൻ ലെവലായ കാരണം നമുക്ക് ടൈം വളരെ കുറവാണ്. അപ്പൊ നമ്മൾ കുക്കറിലും വെക്കാന്നുള്ളത് കാണിക്കുകയാണ്. അപ്പൊ നമ്മള് അപ്പോ നിങ്ങൾ ടെൻഷനിലാണ്. 1.5 മണിക്കൂർ ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. നമുക്ക് ഈ ചിക്കൻ്റെ മസാല ദമ്മിടുന്ന പാത്രത്തിലോട്ടിടാം. ചിക്കന് അധികം വേവിച്ചിട്ടില്ല കേട്ടോ, കാരണം ആ ദമ്മിൽ കിടന്നിട്ടാണ് അത് വേവേണ്ടത്. കുറച്ചൊരു ഹാഫ് വേവ്. ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് സാഫ്രോൺ ചേർക്കണം. ഹൈദരാബാദി ബിരിയാണിയിൽ ഈ സാഫ്രോൺ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ
അത് ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ തുറക്കുമ്പോഴത്തെ നല്ല നല്ല ടേസ്റ്റുമാണ്. ഇത് നമുക്ക് ദമ്മിടുമ്പോൾ റൈസിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബിരിയാണി ദമ്മിടാനുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഇനി നമുക്കിത് ദമ്മിടാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മളുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇത് ദമ്മിടാനായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. വി ആർ ബാക്ക്. വീണ്ടും എത്തി. ഫൈനൽ ഡ്രസ്സിംഗ് അല്ലേ? ലാസ്റ്റ് മിനിറ്റ് ദമ്മിടാൻ വെച്ചിരിക്കണം. പിന്നെ സ്പെഷ്യലാ? അതൊരു സ്പെഷ്യലാണ്. ഇത് നമ്മൾ റേറ്റ് ചെയ്തിട്ടുള്ളത് അനാറും പിന്നെ ആപ്പിളൊക്കെ കൂടി അരിഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു വേറൊരു സ്പെഷ്യലാണ്, ഒരു സ്വീറ്റ് പോലെയാണ്. സ്വീറ്റ് പോലെയല്ല, സ്വീറ്റ് ചട്നി. അപ്പോൾ ഇതിൽ ഞാൻ പച്ചമാങ്ങയും ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് അടിച്ചതായിരുന്നു. പച്ചമാങ്ങ ഒരുപാട് കയറി വരുന്നുണ്ട് അല്ലേ? നല്ല സലാഡ്, വേറെ ടേസ്റ്റാണത്. ഇത് സ്വന്തം കണ്ടുപിടുത്തം തന്നെയാണോ? അതെ. ഓക്കെ, അടിപൊളി. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യൂ, എന്നിട്ട് നമുക്ക് കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ട പച്ചമാങ്ങ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചില്ലി ഫ്ലേക്സിന്റെ അതും അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ചില്ലി വെച്ചിട്ടുള്ളൊരു ഒരു സോയ കളർ. അടിപൊളി. അങ്ങനെ നമ്മളുടെ രുചികരമായ ഹൈദരാബാദി ദം ബിരിയാണി റെഡി. കണ്ടോ, എല്ലാം നല്ല പെർഫെക്റ്റ് വേവുണ്ട്. അപ്പം നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി ഇത് റെഡിയായി. ഇനി നമ്മൾക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.